ചെസ് നമ്പർ വല്ല എടുത്തിട്ട് പാടാൻ നേരത്താണ് വയറെ ചവിട്ടി അതിന് കുട്ടികൾ ബഹളം വെച്ചപ്പോഴാണ് ഷോക്ക് അടിച്ച് വീണാണെന്ന് നമ്മൾ അറിയുന്നത്. സ്റ്റേജ് കയറി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ സ്റ്റേജ് എന്നുള്ളത്. അവർ അതുപോലെ ഒരു സെപ്റ്റംബർ തൊട്ട് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടികളാണ്. ചെറുതായിട്ട് വയ്യാണ്ടായപ്പോ പേടിച്ചോ? എങ്ങനെയുണ്ട് പിള്ളേരെ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഫസ്റ്റ് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും, ഒരു സംശയമില്ല. ഏത് ചേച്ചിയാ നന്നായി ഡാൻസ് കളിക്കുന്നത്? കഴിഞ്ഞ വർഷം തൊട്ടേ നമുക്ക് ഈ ട്രൈബൽ ഡാൻസ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അത് ടി വിയിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി. നമസ്തേ. വഞ്ചിപ്പാട്ടും നാടൻ പാട്ടും പഠിപ്പിക്കാൻ വന്ന് പിള്ളേരെയും കൊണ്ട് മംഗലം കളിക്ക് സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിയ ഒരു മാഷിന്റെ പിള്ളേരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ അരവിന്ദ് മാഷാണ് മെയിൻ താരം. പക്ഷെ അതിലും വലിയ മെയിനായ ഒരാള് ഇവിടെ എനിക്കൊപ്പം ഉണ്ട്. അത് പ്രാർത്ഥനയാണ്. നമ്മുടെ മിന്നൽ മുരളിയൊക്കെ പോലെ ഷോക്കായിട്ട് ഇരട്ട ശക്തിയോടുകൂടി വേദിയിൽ കയറാൻ റെഡിയായി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അവള് പൂർവാധികം ശക്തിയോടെ വന്നിരിക്കുകയാണ്. സ്ട്രോങ് അല്ലേ? മിന്നൽ മുരളിയുടെ ശക്തിയൊക്കെ കിട്ടിയോ? കിട്ടി. ഇനി ഡബിൾ സ്ട്രോങ്ങിൽ പാട്ട് പാടണം. ഫസ്റ്റ് മേടിക്കും ഉണ്ടോ? ഒരു സംശയമില്ല, അവള് ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് മോള് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അരവിന്ദ് സാറിലേക്ക് പോകാം. ചേട്ടാ, വല്ലാത്തൊരു ട്വിസ്റ്റാണ് ചേട്ടാ. നാടൻ പാട്ടും വഞ്ചിപ്പാട്ടും പഠിപ്പിക്കാൻ വന്നു, എന്നിട്ട് അത് രണ്ടും ജില്ല വരെ എത്തിയോ. പക്ഷെ മംഗലം കളി സംസ്ഥാന കലോത്സവ വേദിയിൽ എങ്ങനെയാണ്? നാടൻ പാട്ട് വഞ്ചിപ്പാട്ടുമാണ് സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളാണ്. പൂർവ്വ വിദ്യാർത്ഥിയാണ്. പഠിപ്പിക്കാൻ പോയി. ഇപ്പം കുട്ടികള് പറഞ്ഞു മംഗലം കളിക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെന്ന്. നാടൻ പാട്ടായിട്ട് ഒരു ബന്ധമുണ്ടല്ലോ, പാട്ടും കൊട്ടും. അപ്പം പറഞ്ഞു ഇതൊന്ന് പഠിപ്പിക്കുമോ? എനിക്ക് ഇതിനെക്കുറിച്ച് അത് അറിയില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തു, സ്റ്റെപ്പുകൾ പഠിച്ചു, പാട്ട് പഠിച്ചു. ആദ്യം മംഗലങ്ങളിൽ പഠിക്കേണ്ടി വന്നു. പഠിച്ചിട്ടാണ് ഇവരെ പഠിപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു പഠിക്കുന്ന പ്രോസസ്സും ഇവരെ പഠിപ്പിക്കുന്ന പ്രോസസ്സും? നമുക്ക് ഒരു വീഡിയോ മാത്രം അങ്ങോട്ട് വാക്ക് പറ്റത്തില്ല. അപ്പം കുറേ അധികം ചരിത്രം എല്ലാം നമ്മൾ പഠിച്ചാലേ അവരുടെ വാക്കുകൾ, അവർ ഉപയോഗിക്കുന്ന ഭാഷ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ടിപ്പിക്കൽ മലയാളം മാത്രമല്ല, തുളു, കന്നഡ കലർന്ന ഒരു ഭാഷയാണ്. രണ്ട് സമുദായക്കാരുണ്ട്, മാവിലരും മലവേട്ടുവരും. ഇതിലെ മാവിലർ എന്ന് പറയുന്നവരുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളവും തുളുവും കന്നഡയും. കുറച്ച് നമ്മുടെ എള്ളുള്ളേരി കേട്ടിട്ടില്ലേ? എള്ളുള്ളേരിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ മലവേട്ട സമുദായക്കാരുടെ ഒരു മലയാളം തമിഴും കലർന്ന് നമുക്ക് നോർമൽ ഒരു മലയാളിക്ക് മനസ്സിലാവും. അങ്ങനെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. പക്ഷേ ഈ മംഗലങ്ങളിയുടെ പാട്ട് കേട്ടപ്പോഴും ഞാൻ അതിൽ എള്ളുള്ളേരി കേട്ടു. അപ്പൊ ഞാൻ പാട്ട് ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് സമുദായത്തിന്റെ ചുവടുകളും പാട്ടുകളും ഉൾപ്പെടുത്തിയാണ്. ഒരു സമുദായത്തിന് മാത്രമല്ല, രണ്ട് സമുദായത്തിന് ചേർത്തിട്ടാണ് നമ്മൾ കളിക്കുക. അപ്പൊ അതുകൊണ്ടാണ് എള്ളുള്ളേരി വന്നത്. എള്ളുള്ളേരി വരും. അങ്ങനെ തുളു പാട്ട് വേറെ പല വരികൾ. എങ്ങനെയുണ്ട് പിള്ളേരെ? എങ്ങനെയുണ്ട്? പിള്ളേർ അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് സ്കൂള് സ്റ്റേറ്റിലെത്തുന്നത്. ഇവര് നല്ലപോലെ നമ്മൾക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ട്. ആദ്യമായിട്ട് സ്വയം മംഗലങ്ങളിൽ പഠിക്കുക, എന്നിട്ട് ആദ്യമായിട്ട് പഠിക്കുക. ഇവരൊക്കെ ആദ്യമായിട്ട് കളിക്കുന്നവരല്ലേ? എല്ലാവരും പഠിപ്പിക്കുക, എന്നിട്ട് സംസ്ഥാന കലോത്സവ വേദിയിൽ ഇങ്ങനെ നിൽക്കാം. എങ്ങനെയാണ് ആളുടെ ചെറുതായിട്ട് വയ്യാണ്ടായപ്പോ പേടിച്ചോ? ചെറുതായിട്ട് പേടിച്ചു. പക്ഷെ ഇപ്പൊ നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ചേരാൻ പോകുന്നു. സ്റ്റാറിന്റെ അതേ ഊർജത്തോടു കൂടി ഇവിടെ കുറെ നേരമായിട്ട് നടക്കുന്ന ആളാണ്. എന്താ പേരെന്താ? സേതു. എങ്ങനെയുണ്ട് സേതു? എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് മംഗലങ്ങൾ? എങ്ങനെയുണ്ട്? കൊട്ടാനൊക്കെ പഠിച്ചോ? സ്റ്റേജിൽ കയറി തകർക്കണം. ഓക്കെ. എന്താ പേര്? കൃഷ്ണപ്രിയ. എങ്ങനെ മംഗലങ്ങളിൽ പഠിച്ചപ്പോ എന്താ തോന്നി? എളുപ്പമുണ്ടോ? കുറച്ച് പാടാ. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാവൂലേ ഇപ്പൊ കളിക്കുന്നേ? പാട്. ഓക്കെ. അപ്പൊ കൃഷ്ണപ്രിയ പാട്ടുപാടാണ് ചെയ്യുന്നത്? കൊട്ടും പാട്ടുമാണ്. ഓക്കെ. അപ്പൊ ഒരു വനിതാ സാന്നിധ്യം. ഈ വനിതകൾ കൊട്ടണം എന്നുണ്ടോ? അങ്ങനെ ആചാരം ഉണ്ടോ? മിക്സ് ചെയ്തും കളിക്കാം. ഓക്കെ. ഹായ്, ചേച്ചിമാരുടെ ഡാൻസ് കാണാൻ വന്നതാണോ? പ്രാർത്ഥനയുടെ അനിയത്തിയാണ് ദക്ഷിണ. ഓക്കെ. എങ്ങനെയുണ്ടായ ചേച്ചിമാരുടെ പ്രാക്ടീസ് ഒക്കെ കണ്ടോ? കൊള്ളാമോ? ഫസ്റ്റ് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും, ഒരു സംശയമില്ല. ഏത് ചേച്ചിയാ നന്നായി ഡാൻസ് കളിക്കുന്നേ? ആണോ? മാഷ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ വരണം ഇവരെ പോലെ ഇവിടെ കലോത്സവത്തിനൊക്കെ.
ഇവർ രണ്ടുപേരും കുഞ്ഞിലെ തൊട്ടേ കളരി പഠിച്ചു. 3 വയസ്സ് തൊട്ട് രണ്ടുപേരും കളരി അഭ്യസിച്ച് മോള് സ്റ്റേറ്റില് കായികമേളയ്ക്കും പോയിരുന്നതാണ്. കളരിപ്പയറ്റ് അതെ 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 ആലപ്പുഴയെ റെപ്രസെന്റ് ചെയ്ത് മോളായിരുന്നു പോയിരുന്നത്. ഇപ്പം പക്ഷേ സ്റ്റേജിൽ കയറി ചെസ് നമ്പർ വല്ല എടുത്തിട്ട് പാടാൻ നേരത്താണ് വയറെ ചവിട്ടി. അന്നേരം കുട്ടികൾ ബഹളം വെച്ചപ്പോഴാണ് ഷോക്ക് അടിച്ച് വീണാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അല്ലാതെ ഒരു പ്രശ്നമില്ല. പക്ഷെ അത് സ്റ്റേജ് കമ്മിറ്റിക്കാർ അവർ സമ്മതിച്ചു തരുന്നില്ല. കാര്യം ഒരു പ്രശ്നമില്ലാതെ കുട്ടി സ്റ്റേജിൽ കയറിയതാണ്. വയറെ ചവിട്ടി ഇത്രയും കുട്ടികളും കണ്ടോണ്ടിരിക്കുകയാണ് കുട്ടി ഷോക്ക് അടിച്ച് വീഴുന്നത്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മൾ സ്റ്റേജിൽ കയറ്റി വന്നിട്ട് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ സ്റ്റേജ് എന്നുള്ളത്. അവർ അതുപോലെ ഒരു സെപ്റ്റംബർ തൊട്ട് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടികളാണ്. കാര്യം ഇതുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത, പക്ഷെ അവിടുത്തെ സ്റ്റാഫിൻ്റെയും പിന്നെ ഈ അരവിന്ദിൻ്റെയും നല്ല സപ്പോർട്ടോടുകൂടി അവരത്രയും ട്രെയിൻ ചെയ്ത് അവർ പഠിത്തമെല്ലാം മാറ്റി വെച്ച് ഇതേന്നും പറഞ്ഞു വന്നതാണ്. അതായിട്ടാണ് മോള് വയ്യണ്ട് ഇപ്പോഴും അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിന് പങ്കെടുക്കേണ്ടതുകൊണ്ടുകൂടി അവൾ വന്നതാണ്. എന്താണ് കൂട്ടുകാരികളൊക്കെ പേടിച്ചു. ഞാനിവിടെ ആദ്യം വരുമ്പോൾ ഇവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മോളെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഒരുപാട് പേരെ കണ്ണ് നിറഞ്ഞത് കണ്ടു. അപ്പൊ ഒന്നും അറിഞ്ഞില്ല. ഞാൻ സ്റ്റേജിൽ കയറി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ണു തുറന്നു. ഇപ്പൊ സെറ്റല്ലേ? നമുക്കൊരു പാട്ടായാലോ? ഓക്കെ, എന്തായാലും മിന്നൽ ശക്തി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ട് പഠിച്ചു പാടുകയാണെന്നൊന്നും തോന്നില്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പെർഫോം ചെയ്യുന്ന അതേ ഒരു ഉന്മേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയുണ്ട്? സ്റ്റേജൊക്കെ പേടിയുണ്ടോ? ശരിയാലേ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് സെക്ഷനൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് പോണു. കോൺഫിഡൻ്റ് ആണ്. പ്രാർത്ഥന വീണപ്പോൾ ഒന്ന് പരിഭ്രാന്തി ഉണ്ടായോ? പരിഭ്രാന്തിയൊക്കെ മാറിയില്ലേ ആള് ശക്തിയോടെ തിരിച്ചു വന്നപ്പോ? ഇനി സ്റ്റേജിൽ കയറി തകർക്കുക. ഈ മംഗലങ്ങളുടെ കഥ എന്താണെന്നറിയോ? എന്താ? എന്നാലും ഇതേ ആരെങ്കിലും പറ. കഥയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ കലകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇപ്പൊ ഈ കലകൾ നമ്മൾ കലോത്സവത്തിലെത്തുന്നത്. അപ്പോഴാണ് കുട്ടികളിലേക്ക് ഇതൊക്കെ എത്തുന്നത്. ശരിക്കും അത് എത്തേണ്ടത് നിർബന്ധകരമായ ഒരു കാര്യമല്ലേ? നല്ല കാരണം ഇങ്ങനെയുള്ള കലകള് അന്യം നിന്ന് പോകാതെ കലോത്സവ വേദി കൂടെയാണ് ഇപ്പം കാണുന്ന പല കലകളും. കേരള നടനല്ല മോഹിനിയാട്ടം ആയാലും കൂടുതൽ കലോത്സവ വേദിയിലാണ് കണ്ടുവരുന്നത്. അപ്പം അതും പോരാതെ ആദിവാസി കലകളിലൂടെ ഇങ്ങനെ എല്ലാവർക്കും എത്തിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ഇതാണ്. ഓക്കെ, ഇതിലാരാ ടീച്ചർമാരാരാ? ടീച്ചറാണ് അപ്പൊ ഇവരുടെ ബാക്കിലെ ബാക്ക് ബോൺ. ഇൻസ്പിറേഷൻ കയറിയതാണ്. എങ്ങനെയാണ് ഇൻസ്പിറേഷൻ? കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് ഈ ട്രൈബൽ ഡാൻസ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അത് ടിവിയിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി. നമ്മുടെ പിള്ളേരും കളിക്കണം. മലയാളമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ MA-ക്കൊക്കെ പഠിക്കുമ്പോൾ ഈ ട്രൈബൽസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻസ്പിറേഷൻ വന്നു. ഈ മംഗലം കളി തന്നെ സെലക്ട് ചെയ്ത്. എങ്ങനെയുണ്ട് പിള്ളേരുടെ കളി? എങ്ങനെയുണ്ട്? നല്ല കളിയായിരുന്നു, നന്നായിട്ട് കളിച്ചു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ചോദിക്കാം, ഈ വസ്ത്രത്തെ കുറിച്ച് ചോദിക്കാണ്. അതിന് മുന്നേ അരവിന്ദനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അരവിന്ദ് ഞാൻ അല്ല, എന്റെ മോന്റെ ബാച്ച. ഓക്കെ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ അഭിപ്രായം ചോദിക്കാനായിരുന്നു. ഓക്കെ, അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. എന്താണ് ഇതിന്റെ ഒരു അധികം മേക്കപ്പ് ഒന്നുമില്ല ഇവരെല്ലാരും? നിങ്ങൾ തന്നെയാണ്. എല്ലാരും നല്ല നാടൻ സുന്ദരികളാണ്. വലിയ മേക്കപ്പിന്റെ ഇരിക്കട്ടെ, ഒരു വെയിറ്റില്ലേ. പക്ഷേ ഈ വസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാ പഠിച്ചത്? എങ്ങനെയുണ്ട്? എന്തൊക്കെയാ ഇതില് മെയിൻ ആയിട്ട് വരുന്നേ? പിന്നെ ഈ കളറില് ഈ കളറൊന്നും ഇല്ല. നമ്മൾ സെലക്ട് ചെയ്തത് ഈ കളറാണ്. അങ്ങനെയുള്ളൂ. പിന്നെ മാല, കമ്മല്. എങ്ങനെയുണ്ട്? സ്റ്റെപ്പുകളൊക്കെ എങ്ങനെയുണ്ട്? ഏത് സ്റ്റെപ്പായിരുന്നു പാട് പഠിക്കാൻ? അതൊന്ന് കളിച്ചു തരുമോ? ആ പാടുള്ള സ്റ്റെപ്പ്. ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് ആയ സ്റ്റെപ്പ് അവർ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, റെഡി?
ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ അടിപൊളിയായി കളിക്കുന്നുണ്ടല്ലോ. ഇതിലും ഊർജ്ജത്തോടെ കളിക്കണം സ്റ്റേജില്. ഓക്കെ അല്ലേ മാഷെ? ഞാനില്ലേ ഉള്ളുള്ളേരി പാട്ട് ഞാൻ കുറെ കാലമായിട്ട് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താ ഇതിന്റെ ഒരു അർത്ഥം എന്നുള്ളത്. മാഷ് കുറച്ചു മുന്നേ എനിക്കത് പറഞ്ഞു തന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി അതിന്റെ അർത്ഥം ഒന്ന്. ഉള്ളേരി അദ്ദേഹം മാവില സമുദായക്കാര മലയാളം തുളും കലർന്ന ഒരു പോർഷനാണ്. അപ്പം ഇത് ജന്മിക്കുടിയ വ്യവസ്ഥക്കെതിരെയുള്ള പ്രതിഷേധവുമാണ്. പിന്നെ മാനിനഗർ എന്ന് പറയുന്ന പുള്ളിയുടെ പെങ്ങളാണ് ചിക്കിടി നഗർ. അപ്പം ചിക്കിടി നഗർ ഇറുതുമതിയാവുകയാണ്. ഇപ്പോഴാ സമയത്ത് മാനനഗർ സ്ഥലത്തില്ല. ഒരു പുള്ളി അന്വേഷിക്കാൻ വേണ്ടി ആളുകളാണ്. കാസർഗോഡ് പോയി തേടും. കാരണം കാസർഗോഡ് പേട്ടിട്ടുണ്ട് എന്ന് പറയും. പിന്നെ വിരാജി പോട്ടയിൽ പോയി തിരക്കാൻ പറയാം. അതാണ് വിരാജി പേട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പോയി തിരക്കാണ്. പുള്ളി വരുമ്പം നിങ്ങൾക്ക് എണ്ണയും മഞ്ഞളും കൊണ്ടുവരും. കുട്ടികൾക്ക് എണ്ണയും മഞ്ഞളും തേച്ചിട്ടാണ് ഇങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സ്വയം തല്ലി സ്വയം നോവിച്ചുള്ള സ്റ്റെപ്പാണ് ഈ പിള്ളേർ നമ്മൾ കണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആ പ്രതിഷേധാർഹമാണ്. പ്രതിഷേധാർഹം കൂടിയാണ് സ്റ്റെപ്പ് അല്ലേ? ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ പഠിപ്പിക്കുമ്പോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ അറിയോ? ഓക്കെ, ഇനി എന്തായാലും മാഷ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നത് നാടൻപാട്ട് പഠിപ്പിക്കാനും വഞ്ചിപ്പാട്ട് പഠിപ്പിക്കാനാണ്. അപ്പൊ മാഷിന്റെ അതിലെ സ്കില്ലും കൂടി നമ്മൾ കാണണമല്ലോ. അപ്പൊ അവര് ആ പാട്ടും കൂടി നമുക്കൊന്ന് പാടിത്തരും. മാഷിന്റെ നാടൻ പാട്ട് ഒന്ന് പാടിത്തരാവോ? ഓക്കെ. ഓക്കെ, അത് കൊള്ളാം. എല്ലാം സെറ്റാണ്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം നാടൻപാട്ടും വഞ്ചിപ്പാട്ടും എല്ലാം കൂടി പറക്കി വരണം. എല്ലാം സ്റ്റേറ്റിൽ എത്തിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിലുള്ള വലിയൊരു സ്നേഹമുണ്ട്. അപ്പൊ അതെന്നും സൂക്ഷിക്കുക. സ്റ്റേജിൽ കഴിയും അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി സ്റ്റേജിൽ കാണാം ഇവരുടെ പെർഫോമൻസ്. ബൈ. എല്ലാവരും കൂടി ഒരു ബൈ പറയോ? ബൈ.